അസ്സലാമു അലൈക്കും. സെറയുടെ വീടിന് തൊട്ടടുത്ത് വരെ ആ കാർ അവരെ പിന്തുടർന്നു. അതിനുശേഷം അത് മറ്റൊരു വഴിയെ പോയി. സേറയുടെ വീടിന് മുൻപിലായി റോഷൻ കാർ നിർത്തി. സേറ അവനെ നോക്കി പുഞ്ചിരിച്ചു. ശേഷം ഡോർ തുറക്കാൻ കൈനീട്ടിയതും റോഷൻ അവളുടെ വലതു കൈയിൽ പിടിച്ചു. എന്താ എന്ന ഭാവത്തിൽ അവൾ അവനെ നോക്കി. നിനക്ക് മഹറായി എന്താ സേറ വേണ്ടത്? അവളുടെ കൈ വിടാതെയാണ് അവൻ ചോദിച്ചത്. മറുപടിയില്ലാതെ അവന് ദയനീയമായ ഒരു നോട്ടം മാത്രം നോക്കി അവൻ്റെ ശേഷം മുറുകെ പിടിച്ചു. ആ ചോദ്യം പക്ഷെ അവളെ പുള്ളിപ്പിടിപ്പിക്കാൻ പോകുന്നൊരു ഓർമ്മകളിലേക്ക് ചൂണ്ടക്കൊരുത്തായിരുന്നു. അതറിയാതെയാവണം അവൻ ചോദിച്ചത്. എന്തു പറ്റി സേറ? എന്താ മുഖം വല്ലാതെയായത്? അവളുടെ മൗനം കണ്ടതും അവൻ ചോദിച്ചു. ഒന്നുമില്ലെന്ന് പറഞ്ഞാൽ കള്ളമാകും. എങ്കിലും അവനോട് ഇപ്പോൾ അത് പറയാൻ അവൾ ആഗ്രഹിച്ചില്ല. ആ ഓർമ്മകൾ കൊണ്ട് തൻ്റെ സന്തോഷത്തെ നശിപ്പിക്കാൻ സൈറ ഒരുക്കമല്ലെന്ന പോലെ അവനെ നോക്കി മനോഹരമായി പുഞ്ചിരിച്ചു. റോഷന് ഇഷ്ടമുള്ളത് വാങ്ങിക്കോളൂ. അങ്ങനെയല്ല സൈറ, നിനക്ക് ഇഷ്ടമുള്ളത് വാങ്ങാം. റോഷൻ വാങ്ങുന്നത് എനിക്കിഷ്ടാവും. ഞാൻ പോയിക്കോട്ടെ. റോഷന് ഇഷ്ടമുള്ളത് വാങ്ങിക്കോളൂ. സൈറ അവനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അവൻ്റെ കൈകൾ വിടുവിച്ച് അവൾ ഡോർ തുറന്നിറങ്ങി. അവൾ ഇറങ്ങിയതും അവനും ഇറങ്ങി. സൈറ അവൾ അവൻ്റെ അരികിലേക്ക് വന്നു. പൊയ്ക്കോട്ടെ, പൊയ്ക്കോളൂ. ഇൻഷാ അല്ലാഹ് ഇനി 2 ദിവസം കൂടെയുള്ളൂ. ഓർമ്മയുണ്ടോ? അവളുടെ കൈ പിടിച്ചാണ് അവനത് ചോദിച്ചത്. ആ, എനിക്ക് ഓർമ്മയുണ്ട്. അവൻ്റെ കൈ അടർത്തി മാറ്റി അവൾ കൈവീശി യാത്ര പറഞ്ഞുകൊണ്ട് ഗേറ്റ് തുറന്ന് കയറി. അവൻ പോകുന്നതുവരെ അവളെവിടെ തന്നെ നിന്നു. കാർ കണ്ണിൽ നിന്നും മറഞ്ഞതും അവൾ വീടിനകത്തേക്ക് കയറി. വീട് വിവാഹത്തിൻ്റെ തിരക്കിലേക്ക് വീണുപോയ പോലെ തോന്നി സേറയ്ക്ക്. 2 വർഷം മുമ്പും ഇതിനേക്കാൾ ആഘോഷമായി ഈ വീടിന് മുൻപിൽ വിവാഹപ്പന്തൽ ഒരുങ്ങിയിരുന്നു. വിവാഹാഘോഷവും നടന്നിരുന്നു. അതിൻ്റെ ഓർമ്മകൾ പോലും ഇപ്പോഴും തന്നെ വിറകൊള്ളിക്കുന്നുവെന്ന് അവൾ ഓർത്തു. തനിക്ക് സന്തോഷമായിരുന്നുവെന്ന് അവൾ ഓർത്തു നോക്കി. ഓർമ്മയില്ല എന്തായിരുന്നു അന്നത്തെ ഭാവമെന്ന്. റോഷൻ മഹറായി എന്ത് വേണമെന്ന് ചോദിച്ച നിമിഷം അവൾക്ക് ഓർമ്മ വന്നത് ഫൈസിയുടെ മഹറിൻ്റെ കൂടെ ഖുറാനും പുസ്തകങ്ങളും കൂടെ തരുമോ എന്ന് ചോദിച്ച ദിവസമാണ്. ഞാൻ നിന്നെയാണ് വിവാഹം കഴിക്കുന്നത്, നീ എന്നെയല്ല. അതുകൊണ്ട് മഹർ എന്ത് തരണമെന്ന് ഞാൻ തീരുമാനിക്കും. എൻ്റെ മോള് ഭാരിച്ച കാര്യങ്ങളിൽ ഇടപെടണ്ട എന്ന് പറഞ്ഞ് അവളുടെ വായടുപ്പിച്ചു കളഞ്ഞു അവൻ. അന്ന് ഫൈസിയെ എതിർക്കാനുള്ള ധൈര്യം അവൾക്ക് ഇല്ലായിരുന്നു. വിവാഹത്തിന് എടുത്താൽ പൊങ്ങാത്തത്ര തൂക്കത്തിൽ മഹറായി സ്വർണം തന്നു. ആഗ്രഹിച്ചത് കിട്ടിയതുമില്ല. പക്ഷേ ആഗ്രഹത്തിൻ്റെ പേര് പറഞ്ഞ് എത്രയോ വട്ടം അപമാനിച്ചിരിക്കുന്നു. ആ ആഗ്രഹത്തിൻ്റെ പേര് പറഞ്ഞ് പുസ്തകങ്ങൾ കൺമുന്നിൽ വെച്ച് തീയിട്ട് എരിച്ചു കളഞ്ഞു. അതിൻ്റെ ചൂട് ചാരം വാരി തൻ്റെ മേലാകെ ആക്കിയിരുന്നു. അങ്ങനെ നീറിപ്പുകയാനും മാത്രം ഓർമ്മകൾ. സേറ ആ ഓർമ്മകളുടെ പുകച്ചിലിൽ മുറിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരുന്നു. എത്രയൊക്കെ ശ്രമിച്ചിട്ടും മറക്കാൻ പറ്റാത്ത നോവോർമ്മകൾ. എല്ലാ ഓർമ്മകളും വേദനകളും മറന്നിട്ട് വേണം റോഷനൊപ്പം ജീവിച്ചു തുടങ്ങാൻ. റോഷനെക്കുറിച്ച് ആലോചിക്കുമ്പോഴേ നെഞ്ചിലെ കണൽ അണയുന്നുണ്ട്. ഓർമ്മകൾക്ക് മങ്ങലേൽക്കുന്നുണ്ട്. ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം കേട്ടതും അവളുടെ ഫോൺ എടുത്തും മുഖത്ത് പുഞ്ചിരി വിടർന്നു. സേറ. ആ ശബ്ദം മതിയായിരുന്നു അവളിലെ താപത്തെ ശമിപ്പിക്കാൻ. ഏത് വേദനയിലും ആ ശബ്ദം തരുന്നത് ആശ്വാസം, സുരക്ഷിതത്വവും. കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് അവൾ അറിഞ്ഞിട്ടുണ്ട്. എന്താടോ നീ മിണ്ടാത്തത്? മറുപുറത്ത് റോഷൻ്റെ ആർദ്രമായ ശബ്ദം. ഓരോന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് വിളിച്ചത്. പെട്ടെന്ന് എന്താ പറയേണ്ടത് എന്ന്. എന്താ ഇത്ര ആലോചിക്കാൻ? ചിരിയോടെയാണവൻ ചോദിച്ചത്. ആലോചിക്കാൻ ഒരുപാടില്ലേ? ആലോചനയൊക്കെ മാറ്റിവെച്ച് ഉറങ്ങാൻ നോക്ക്. ഉറങ്ങണം. നാളെ വിളിക്കാം. മറ്റൊന്നും പറയാതെ അവൻ കോൾ കട്ട് ചെയ്തു. കോൾ കട്ടായതും സേറ ബെഡിലേക്കിരുന്നു. തല വേദനിക്കുന്നത് പോലെ മൂളക്കം തോന്നുന്നു. ആവശ്യമില്ലാത്ത ചിന്തകളുടെ ഭാരം കൊണ്ട് അവളുടെ കണ്ണുകളിൽ പോലും വേദന വന്നു. കണ്ണുകൾ അടച്ച് ബെഡിൽ വീണു. സേറ പഴയ കാര്യങ്ങൾ ആലോചിച്ചിരിക്കുകയാണെന്ന് അവന് മനസ്സിലായി. അവളെ കൂടുതൽ വിഷമിപ്പിക്കേണ്ട എന്ന് കരുതിയാണ് കോൾ കട്ട് ചെയ്തത്. പഴയ ഓർമ്മകൾ അത്ര വേഗം അവളെ വിട്ടുപോകില്ലെന്ന് അവനറിയാം. അത്രയേറെ അവൾ അനുഭവിച്ചിട്ടുണ്ട് എന്ന് ഫർഹാൻ പറഞ്ഞ് അറിയാം. ഓർമ്മകൾ ഒരിക്കലും മരിക്കില്ല. എത്ര കാലം കഴിഞ്ഞാലും ഓർമ്മകൾക്ക് ഒരേ നോവാണ്. തനിക്കുമുണ്ടല്ലോ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു ഭൂതകാലം, മെഹ്റ.
അവളുടെ ഓർമ്മകൾ വന്ന് സ്വസ്ഥത പോകുമെന്ന് തോന്നിയതും അവൻ എഴുന്നേറ്റ് ഫോണിൽ സേറയുടെ ഫോട്ടോ അവൾ പോലും അറിയാതെ പകർത്തിയത് എടുത്തു നോക്കി. കാഞ്ചീപുരം സാരികൾക്കിടയിൽ ചിരിയോടെ നിൽക്കുന്ന അവളുടെ മുഖം കണ്ടതും അവൻ്റെ ചുണ്ടിലും പുഞ്ചിരി വിരിഞ്ഞു. അവൻ്റെ ശബ്ദം അവൾക്ക് ആശ്വാസമേകുന്നത് പോലെ അവളുടെ പുഞ്ചിരിക്കുന്ന മുഖം അവനും ആശ്വാസമാകുന്നു. 2 ദിവസങ്ങൾ പെട്ടെന്ന് എന്ന പോലെയാണ് കടന്നു പോയത്. സേറയുടെ വീട്ടിൽ ഇഷയുടെ അച്ഛനും അമ്മയും ഐഷയുടെയും സേറയുടെയും ഉപ്പയുടെയും അവിടുത്തെ ബന്ധുക്കളും മാത്രമാണ് നിക്കാഹിനായി വന്നിട്ടുള്ളത്. 15 പേരാണ് ആകെ ചടങ്ങിനായി വന്നിട്ടുള്ളത്. ഇഷ സേറയെ ഭംഗിയായി സാരി ഉടുപ്പിച്ചു. മുല്ലപ്പൂ വെച്ച് മുടി ഭംഗിയായി കെട്ടിവെച്ച് ചെറിയ രീതിയിലൊന്ന് മേക്കപ്പ് ഇട്ടു. അവളുടെ പഴയ ആഭരണങ്ങൾ എല്ലാം തന്നെ കൊടുത്ത് ഫർഹാൻ പുതിയവ വാങ്ങിയിരുന്നു. ഇഷയാണ് എല്ലാം സെലക്ട് ചെയ്തത്. സിമ്പിളായ ഒരു കുന്തൻ മോഡൽ ചോക്കർ നെക്ലേസും അതിന് മാച്ചിങ്ങായ ഇയറിങ്സും വളകളുമാണ് ഇന്നത്തേക്ക് വാങ്ങിയത്. അതും കൂടി ധരിച്ചു കഴിഞ്ഞപ്പോൾ സേറ ഒന്നുകൂടി കണ്ണാടിയിൽ നോക്കി. സുന്ദരിയായി തന്നെ കണ്ടതും അവൾക്ക് സന്തോഷമാണോ സങ്കടമാണോ എന്നൊന്നും അറിയാത്തൊരു ഫീലായിരുന്നു. കണ്ണാടിയിലെ പ്രതിബിംബത്തിലേക്ക് കൈ ചേർത്ത് വെച്ച് ഇത് കണ്ടതും ഇഷ അവളെ പിറകിലൂടെ ചേർത്ത് പിടിച്ചു. നല്ല സുന്ദരി കുട്ടിയായിട്ടുണ്ട്, അവളുടെ കവിളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു. മറുപടി പറയാതെ സേറ ചിരിച്ചു. നിക്കാഹിന് പോകാനായി ഫർഹാൻ റെഡിയായോ നോക്കിയിട്ട് പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞ് ഇഷ മുറി വിട്ടുപോയി. 2 വർഷം മുമ്പ് ഇതേപോലെ ദിവസമുണ്ടായിരുന്നു. പക്ഷെ അന്നത്തെ സേറ എന്നോ മരിച്ചുപോയി. ഇത് പുതിയ ജീവിതമാണ്. ജീവിതവും അനുഭവങ്ങളും എല്ലാം പുതിയതാണ്. കണ്ണാടിയിൽ കാണുന്ന സേറയോട് അവൾക്ക് ഇഷ്ടം തോന്നി. സ്വയം ഒന്ന് ചിരിച്ചു. അത് ആത്മവിശ്വാസമുള്ളവരുടെ ചിരിയായിരുന്നു. ആയിഷ മുറിയിലേക്ക് വന്നു. കണ്ണാടിക്ക് മുമ്പിലിരിക്കുന്ന സേറയെ കണ്ടതും അവരുടെ കണ്ണ് നിറഞ്ഞു. അവൾക്കരികിലേക്ക് ചെന്ന് ചുമലിൽ പിടിച്ചു. സേറ തിരിഞ്ഞു നോക്കിയത് ഉമ്മയെ കണ്ടു. എഴുന്നേറ്റ് അവരെ കെട്ടിപ്പിടിച്ചു. ഇരുവരും ഒന്നും പറയാതെ അങ്ങനെ നിന്നു. പറയാതെ തന്നെ ഇരുവരും എല്ലാം പറഞ്ഞു. ഫർഹാനും 3-4 ബന്ധുക്കളും കൂടിയാണ് നിക്കാഹിനായി പോകുന്നത്. നിക്കാഹ് കഴിഞ്ഞ ശേഷം റോഷന് കുടുംബം വരും. ഫർഹാൻ സേറയെ കാണാനായി റൂമിലേക്ക് വന്നു. വിവാഹ വസ്ത്രത്തിൽ അവളെ കണ്ടതും അവൻ്റെ കണ്ണു നിറഞ്ഞു. അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചാണ് അവൻ നിക്കാഹിന് പോകാനുള്ള അനുവാദം അവളോട് ചോദിച്ചത്. അവൻ്റെ നെഞ്ചിൽ വീണ അവളുടെ കണ്ണീര് കണ്ടതും അവൻ വല്ലാതായി. സേറ, എൻ്റെ മോളെ. താൻ കരയുകയാണെന്ന് ബോധ്യം വന്നതും അവൾ അവനിൽ നിന്നും അകന്നു മാറി. നിങ്ങൾ പോയി വാ, കണ്ണ് തുടച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ടതും ഫർഹാന് സമാധാനമായി. എല്ലാവരോടും യാത്ര. ഫർഹാനും ബന്ധുക്കളും പള്ളിയിലെ കാസിയുമൊക്കെയായി നിക്കാഹിനിറങ്ങി. എൻ്റെ സഹോദരി സേറ ബാനുവിനെ ഈ സ്വർണ്ണാഭരണം മഹറിന് പകരമായി നിങ്ങൾക്ക് ഞാൻ നിക്കാഹ് ചെയ്ത് ഇണയാക്കി കൂട്ടിച്ചേർത്ത് തന്നിരിക്കുന്നു. ഫർഹാൻ മുഖമുയർത്തി റോഷനെ നോക്കി. നിറഞ്ഞ പുഞ്ചിരിയോടെ അവനെ നോക്കുന്ന റോഷനെ കണ്ടതും അവൻ്റെ നെഞ്ചിലൊരു തണുപ്പ് പടർന്നു. റോഷൻ്റെ കൂടെ തൻ്റെ സഹോദരി സുരക്ഷിതയായിരിക്കുമെന്ന ഉറപ്പ് അവനാ നിമിഷം തോന്നി. നിങ്ങളുടെ സഹോദരി സേറ ബാനുവിനെ ഈ സ്വർണ്ണാഭരണം മഹറിന് പകരം നിങ്ങൾ എനിക്ക് നിക്കാഹ് ചെയ്ത് ഇണയാക്കി തന്നതിനെ ഞാൻ നിങ്ങളുടെ പക്കൽ നിന്ന് സ്വീകരിച്ചു, പൊരുത്തപ്പെട്ടു. റോഷൻ്റെ കണ്ണുകൾ ആഭരണപ്പെട്ടിയിലേക്ക് നീണ്ടു. സേറ തനിക്ക് പാതിയായിരിക്കുന്നു. ഈ ആഭരണം മഹറായി നൽകി അവളെ വിവാഹം ചെയ്തിരിക്കുന്നു. സേറ ഇനി റോഷൻ്റേതാണ്. അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. അത് സന്തോഷത്തിൻ്റേതായിരുന്നു. ഇഷ്ടപ്പെട്ടവളെ ജീവിതത്തിലേക്ക് കൂടെ കൂട്ടുവാൻ കഴിഞ്ഞ സന്തോഷമായിരുന്നു അത്. നിക്കാഹിൻ്റെ പ്രാർത്ഥന കഴിഞ്ഞതും എല്ലാവരും എഴുന്നേറ്റു. റോഷനും സാക്ഷികളും വിവാഹ രജിസ്റ്ററിൽ ഒപ്പുവെച്ചു. നിക്കാഹ് ചടങ്ങുകൾ പൂർത്തിയായി. റോഷനും ബന്ധുക്കളും അതേപോലെ ഫർഹാനും ബന്ധുക്കളും എല്ലാവരും പള്ളിയിൽ നിന്ന് ഒന്നിച്ചിറങ്ങി. റോഷനും ബന്ധുക്കളും അല്പം കഴിഞ്ഞ് വരുമെന്ന് പറഞ്ഞ് പിരിഞ്ഞു. ഫർഹാനും ബന്ധുക്കളും വീട്ടിലേക്ക് തിരിച്ചു. നിക്കാഹ് കഴിഞ്ഞു വന്നതും ഫർഹാൻ സേറയെ കാണാനായി ചെന്നു. അവൾ ബന്ധുക്കളുടെ കൂടെ ഇരിക്കുകയായിരുന്നു. ഫർഹാനെ കണ്ടതും അവൾ എഴുന്നേറ്റ് വന്നു. അവളെ ചേർത്ത് പിടിച്ചാണ് ഫർഹാൻ സന്തോഷം പ്രകടിപ്പിച്ചത്. അവൻ്റെ നെഞ്ചിൽ ചേർന്ന് നിന്നപ്പോൾ സേറയുടെ കണ്ണുകൾ ഈറനായി. എങ്കിലും സമർത്ഥമായി അവളത് മറച്ചുവെച്ചു. ഉച്ചയോടെ റോഷനും വീട്ടുകാരും സേറയുടെ വീട്ടിലേക്കെത്തി. ഫർഹാനും ആയിഷയും ചേർന്ന് എല്ലാവരെയും സ്വീകരിച്ചു, മധുരം കൊടുത്തു. റോഷനൊഴികെയുള്ള ബന്ധുക്കൾ സേറയെ കണ്ടു സംസാരിച്ചു. എല്ലാവർക്കും അവളെ ഇഷ്ടമായി. റിയ അവൾക്ക് കൊണ്ടുവന്ന വസ്ത്രങ്ങളടങ്ങിയ കവറുമായി സേറയുടെ മുറിയിലേക്ക് കയറി. ഇഷയെയും കൂടെ കൂട്ടിയിരുന്നു അവൾ. കാഞ്ചീപുരം സാരിയിൽ നിന്ന് അവളെ പീച്ച് കളർ പാർട്ടി വെയർ സാരിയിലേക്ക് ഇരുവരും ചേർന്ന് മാറ്റി. മുടി ഭംഗിയിൽ കെട്ടിവെച്ച് റിയ മാറി നിന്ന് അവളെ നോക്കി.
സുന്ദരിയായിട്ടുണ്ട് എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചു. ഇഷയും അവളെ ചേർത്ത് പിടിച്ച് നെറ്റിയിൽ ഉമ്മ വെച്ചു. ഷാനുവിനെ വിളിക്കട്ടെ? റിയ ഡോർ തുറക്കാനായി പോയി. ഷാനു, ഇഷ ആരാണ് അറിയാനായി ചോദിച്ചു. ഓ സോറി, ഷാനു എന്ന റോഷൻ്റെ വിളിപ്പേര് എന്ന് പറഞ്ഞ് അവൾ പുറത്തേക്കിറങ്ങി. ഇഷയെ പോകാൻ സമ്മതിക്കാതെ കയ്യിൽ പിടിച്ചു വെച്ചു സെയ്റ. റോഷൻ വെള്ള പൈജാമയിലും കുർത്തയിലും കൂടുതൽ സുന്ദരനായി. റിയയും റോഷനും വന്നതും ഇഷ സെയ്റയുടെ കൈ വിടുവിച്ച് പുറത്തേക്കിറങ്ങി. സെയ്റയുടെ ദയനീയമായ നോട്ടം അവൾ കണ്ടില്ലെന്ന് വെച്ചു. റിയയുടെ കയ്യിൽ വലിയൊരു ചുവന്ന പട്ടിൽ പൊതിഞ്ഞ ഗിഫ്റ്റ് ബോക്സ് കൂടിയുണ്ട്. റോഷൻ സെയ്റയ്ക്ക് അരികിൽ എത്തിയതും സലാം പറഞ്ഞു. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. ശബ്ദം കുറച്ചാണ് അവൾ മറുപടി പറഞ്ഞത്. റോഷൻ റിയയുടെ കയ്യിൽ നിന്നും ആ ഗിഫ്റ്റ് ബോക്സ് വാങ്ങി സെയ്റയുടെ നേരെ നൽകി. അവൾ മുഖമുയർത്തി നോക്കി. ചിരിയോടെ അവൾ നേരെ നീട്ടിയ ബോക്സ് അവൾ വാങ്ങി. ശേഷം പോക്കറ്റിൽ നിന്ന് മഹർ എടുത്ത് അവളുടെ കഴുത്തിൽ കെട്ടാനായി റിയയെ നോക്കി. അവൾ സെയ്റയുടെ മുടിയുയർത്തി മഹർ ഇടാൻ സഹായിച്ചു. ഷാനു, ഞാൻ പുറത്തുണ്ട്, നിങ്ങൾ സംസാരിക്കുക എന്ന് പറഞ്ഞ് അവൾ ഡോർ തുറന്നു പോയി. ഷെയറയും റോഷനും തനിച്ചായി. സെയ്റ. റോഷൻ്റെ ശബ്ദം കേട്ടതും അവളാകെ ഉലഞ്ഞു. അവൻ അവളെ ചേർത്ത് പിടിച്ചു. അവൾ അവനെ വിധേയപ്പെട്ടു നിന്നു. സെയ്റ. അവൾ മുഖമുയർത്തി അവനെ നോക്കി. അവൻ്റെ ചുണ്ടുകൾ അവളുടെ നെറ്റിയിൽ മുദ്രണം ചാർത്തി. സെയ്റ അവൻ്റെ നെഞ്ചിൽ ഒതുങ്ങി നിന്നു. ശേഷം ഇരുവരും അകന്നു. റോഷൻ ഡോറിന് നേരെ നടന്നു. റോഷൻ ഡോർ തുറക്കുന്നതിന് മുമ്പായി സെയ്റയ്ക്ക് നേരെ നിന്ന് പറഞ്ഞു. സെയ്റ അവനെ നോക്കി നിൽപ്പുന്നുണ്ട്. സെയ്റ, ആ ഗിഫ്റ്റ് ബോക്സ് തുറന്നു നോക്കാൻ മറക്കല്ലേട്ടോ എന്ന് പറഞ്ഞ് അവൻ ഡോർ തുറന്നിറങ്ങിപ്പോയി. സെയ്റ ഗിഫ്റ്റ് ബോക്സ് എടുക്കുമ്പോഴാണ് മുറിയിലേക്ക് ആരൊക്കെയോ കയറി വന്നതിനാൽ അവൾക്കത് നോക്കാൻ കഴിഞ്ഞില്ല. ഇഷയോട് ഗിഫ്റ്റ് ബോക്സ് എടുത്തു വെക്കാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് അവൾ മുറി വിട്ട് പുറത്തിറങ്ങി. ഭക്ഷണം കഴിക്കാൻ റോഷനൊപ്പം സെയ്റയും ഇരുന്നു. പരസ്പരം സംസാരിക്കണമെന്നുണ്ടായിരുന്നു. എങ്കിലും റോഷനൊന്നും മിണ്ടിയില്ല. ഇരുവരും മനസ്സ് നിറഞ്ഞ് ഓരോ പുഞ്ചിരി കൈമാറി. ഭക്ഷണശേഷം യാത്ര പറയൽ ചടങ്ങായിരുന്നു. സെയ്റ ഭർത്തഗ്രഹത്തിലേക്ക് യാത്ര പറഞ്ഞിറങ്ങൽ. ആദ്യമായി അങ്ങനെ ഫൈസിക്കൊപ്പം പോയതും ജീവിച്ചതും വേദനിപ്പിച്ചതും അപമാനിക്കപ്പെട്ടതും എല്ലാം ആ നിമിഷം അവൾക്ക് ഓർമ്മ വന്നു. കൈ വിയർത്തു. ചുണ്ടുകൾ വിറകൊണ്ടു. അവളുടെ ഭാവമാറ്റം മനസ്സിലായ പോലെ റോഷൻ്റെ കൈകൾ അവളുടെ വിറക്കുന്ന കൈകളിൽ കൊരുത്തി പിടിച്ചു. മുഖമുയർത്തി നോക്കിയ സെയ്റ കാണുന്നത് കണ്ണടച്ചു നിൽക്കുന്ന റോഷനെയാണ്. അവളുടെ വിറക്കുന്ന ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. ഉമ്മിയോടും ഫർഹാനോടും ഇഷയോടും മാത്രമേ അവൾക്ക് യാത്ര പറയാനുണ്ടായിരുന്നുള്ളൂ. ഉമ്മിയെ കെട്ടിപ്പിടിച്ച് യാത്ര പറഞ്ഞു. കണ്ണു നിറയ്ക്കില്ലെന്ന് അവൾ ആദ്യമേ തീരുമാനിച്ചിരുന്നു. ഫർഹാൻ്റെ നെഞ്ചിൽ ചാരി നിന്നപ്പോൾ കുട്ടിക്കാലം മുതൽ ഓരോ ഓർമ്മകളും മനസ്സിലേക്ക് ഓടിയെത്തി. എല്ലാ ഓർമ്മകൾക്കും എന്ത് തെളിച്ചമാണ്, എന്തെന്ത് വർണ്ണമാണ്. അവനെന്നും അവളോട് ഒന്നിച്ചുള്ള ഓരോ ഓർമ്മകളും ഓർക്കുമായിരുന്നു. ഇരുവരുടെയും കണ്ണുകൾ നിറഞ്ഞു തുടങ്ങിയതും ഇഷ അവർക്കിടയിലേക്ക് ചെന്ന് സെയ്റയുടെ ചുമലിൽ പിടിച്ചു. ഇഷയെയും ചേർത്ത് പിടിച്ച് അവൾ പിന്നെയും കണ്ണു നിറച്ചതും ഐഷ അവർക്കരികിലേക്ക് ചെന്നു. ഫർഹാൻ, മതി. ഉമ്മിയുടെ ശബ്ദം ചിലമ്പിച്ചിരുന്നു. മൂവരും അകന്നു. മൂവരുടെയും കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഫർഹാൻ കണ്ണു തുടച്ച് റോഷനരികിലേക്ക് ചെന്നു. റോഷ, അവളെ വേദനിപ്പിക്കരുത്. റോഷൻ്റെ കൈ പിടിച്ച് അവനോട് പറഞ്ഞു. ഫൈസിയുടെ കൂടെയുള്ള ജീവിതം കൊണ്ട് ഒരു ജീവിതകാലം മുഴുവനും അനുഭവിക്കാനുള്ളത് അവൾ അനുഭവിച്ചു തീർത്തു എന്നറിയാം. റോഷന് ഒപ്പം അവൾ സന്തോഷവതിയാവുമെന്നറിയാം. എങ്കിലും ഒരു സഹോദരൻ്റെ കരുതലായിരുന്നു അവൻ്റെ ആ വാക്കുകൾ. എല്ലാവരോടും സലാം ചൊല്ലി സെയ്റ റോഷൻ്റെ കൈ പിടിച്ച് ആയിഷാസിൻ്റെ പടികൾ ഇറങ്ങി. പുതിയ ജീവിതത്തിലേക്ക്, സ്വപ്നങ്ങളിലേക്ക്. റോഷനും സെയ്റയും റിയ ഡ്രൈവ് ചെയ്ത് വന്ന കാറിലേക്ക് കയറി. കാറിലേക്ക് കയറുന്ന നേരം അവളൊന്ന് വീട്ടിലേക്ക് നോക്കി. മുറ്റത്ത് കണ്ണു നിറഞ്ഞു നിൽക്കുന്ന ഉമ്മിയിലും ഫർഹാനിലും അവളുടെ കണ്ണുകൾ ഉടക്കി നിന്നു. തന്നെ ഓർത്ത് വിഷമിപ്പിച്ചിരുന്ന തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന രണ്ടുപേർ, പ്രതിസന്ധി ഘട്ടങ്ങളിൽ കൂടെ നിന്ന പ്രിയപ്പെട്ടവർ. ജീവിതം തന്നെ അവരോടാണ് കടപ്പാട്. സെയ്റ നിറഞ്ഞു വന്ന കണ്ണുകൾ തുടച്ചു. സെയ്റയുടെ കണ്ണു നിറയുന്നത് കണ്ടതും റോഷൻ്റെ കൈകൾ അവളുടെ കയ്യിൽ കൊരുത്തിയിരുന്നു. റിയ ശ്രദ്ധാപൂർവം വണ്ടി മുന്നോട്ടെടുത്തു. ബാക്ക് സീറ്റിൽ റോഷൻ്റെ ചുമലിൽ ചാരി സെയ്റ കിടന്നു. അവൻ നൽകിയ ഗിഫ്റ്റ് ബോക്സ് നേരത്തെ റിയയും ഇഷയും ചേർന്ന് കാറിൻ്റെ ഡിക്കിയിലേക്ക് വെച്ചിരുന്നു. ഇതൊന്നും അറിയാതെ സെയ്റയും റോഷനും കാറിലിരുന്നു. റിയ പതിയെയാണ് ഡ്രൈവ് ചെയ്തത്. ചെറിയ ശബ്ദത്തിൽ ഒരു ഹിന്ദി ഗാനത്തിൻ്റെ ശബ്ദം മാത്രമേ ഉള്ളൂ. മൂവരും കാറിനുള്ളിൽ മൗനം പാലിച്ചു. റിയയുടെ മനസ്സിലപ്പോൾ മെഹ്റയും
ഒന്നിച്ചുള്ള റോഷൻ്റെ ജീവിതകാലം മുഴുവനും നിറഞ്ഞു നിന്നു. മെഹ്റയെ പോലെയല്ല സീറ. അതവൾക്ക് കുറഞ്ഞ സമയം കൊണ്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റി. റോഷൻ്റെ വീടിന് മുൻപിലെത്തിയതും കാർ നിന്നു. ആദ്യം ഇറങ്ങിയത് റിയയാണ്. അവൾ റോഷൻ്റെ ഭാഗത്തേക്ക് ഡോറ് തുറന്നു കൊടുത്തു. അവൻ പെട്ടെന്ന് തന്നെ സീറയുടെ ഭാഗത്തുള്ള ഡോർ തുറന്നു കൊടുത്തു. അവൻ്റെ കൈ പിടിച്ച് അവളും ഇറങ്ങി. സീറ മുഖമുയർത്തി നോക്കി. അധികം വലുതല്ലാത്ത ഇരുനില വീട്. ഗേറ്റ് കടന്നാൽ നിറയെ ചെടികളും മരങ്ങളും നിറഞ്ഞു നിൽക്കുന്നു. അതിനിടയിൽ ഒരു വീട് നിൽക്കുന്നത് പോലെ തോന്നും. ഗേറ്റും വീടും തമ്മിൽ കുറച്ചകലമുണ്ട്. വീട്ടിലേക്കുള്ള വഴിയുടെ ഇരുവശത്തും മരങ്ങൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. കാർ മുറ്റത്തേക്ക് കയറാതെ റോഡിലാണ് റിയ പാർക്ക് ചെയ്തത്. റോഷൻ്റെ കയ്യിൽ കൈകൊരുത്ത് അവൾ ആ വീടിൻ്റെ മുറ്റത്തേക്ക് കാലെടുത്ത് വെച്ചു. വാപ്പയും ഉമ്മയും 1-2 പേരും ഒഴികെ റോഷൻ്റെ വീട്ടിൽ ആരും തന്നെയില്ല. റോഷൻ്റെ ഉമ്മ ആബിദ സീറയെ ചേർത്ത് പിടിച്ചാണ് വീട്ടിലേക്ക് കയറ്റിയത്. അവരോട് ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ടാണ് അവൾ ആ വീടിൻ്റെ പടി കയറിയത്. ആബിദയുടെ കണ്ണുകൾ ഈറനായി. സന്തോഷം കൊണ്ടായിരുന്നു ആ കണ്ണീര്. മെഹ്റയെ ചേർത്ത് പിടിച്ച വീട്ടിലേക്ക് കയറ്റിയ നിമിഷം അവർക്ക് ഓർമ്മയുണ്ട്. ചേർത്ത് പിടിച്ചതും കൈ തട്ടി മാറ്റുകയാണ് അവൾ ചെയ്തത്. എന്താ ഇത്? എൻ്റെ ഡ്രസ്സ് ചീത്തയാക്കാതെ എന്ന് പറഞ്ഞായിരുന്നു അവൾ കൈ തട്ടി മാറ്റിയത്. വിവാഹത്തിന് വന്ന മുഴുവൻ പേരുടെയും മുന്നിൽ ആബിദ ഉമ്മ നാണം കെട്ടു. തല താഴ്ത്തി നിന്നു. അവൾ സ്വന്തമായി വീടിനകത്തേക്ക് കയറി. പിറകെ വന്ന റോഷൻ ഉമ്മയെ പറഞ്ഞതോ അവളുടെ പ്രവൃത്തിയോ കണ്ടില്ല. പിന്നീട് ഇതൊക്കെയും അറിയുമ്പോഴേക്കും നാളുകൾ കുറെ കഴിഞ്ഞിരുന്നു. ഓർമ്മകളിൽ നിന്ന് അവർ ഇറങ്ങി വന്നു. മെഹ്റയെ പോലെ അല്ല സീറ എന്ന് അവൾക്ക് മനസ്സിലായി. സീറയെ ലിവിംഗ് റൂമിൽ കൊണ്ടിരുത്തി. റോഷനെയും ഒപ്പമിരുത്തി റിയ കുറെ ഫോട്ടോസ് എടുത്തു. ശേഷം ആബിദ ഉമ്മയും ബന്ധുക്കളും ഉപ്പയുമൊക്കെ മധുരം കൊടുത്തു. ഇരുവരെയും അനുഗ്രഹിച്ചു. പിന്നെയും കുറേ സമയം കഴിഞ്ഞാണ് റിയ അവളെ മുകളിലെ റൂമിലേക്ക് കൊണ്ടു ചെന്നാക്കിയത്. റോഷൻ അതിനു മുമ്പേ റൂമിലേക്ക് പോയിരുന്നു. ബന്ധുക്കൾക്ക് സീറയെ പരിചയപ്പെടുന്ന തിരക്കായിരുന്നു. പുതുതായി കൊണ്ടുവന്ന പെണ്ണിൻ്റെ ചുറ്റും കൂടി ആവശ്യമില്ലാത്തതും ഉള്ളതുമായ പലതും പറഞ്ഞു തുടങ്ങിയതും റിയ അവളെയും കൊണ്ട് റൂമിലേക്ക് പോന്നു. സീറ മുറിയിൽ കയറിയതും മുറിയാകെ കണ്ണോടിച്ച് നോക്കി. വൃത്തിയുള്ള മുറി. മുറിയുടെ മധ്യത്തിലൊരു ബെഡ്. ബെഡിൻ്റെ ഇരുവശങ്ങളിൽ അലമാരയുണ്ട്. ബെഡ്റൂമിൽ നിന്ന് മറ്റൊരു വാതിൽ കണ്ടു. അത് അടഞ്ഞു കിടക്കുകയാണ്. മറ്റൊന്ന് ബാൽക്കണിയിലേക്ക് തുറക്കുന്നത്. മറ്റൊന്ന് ബാത്റൂമുമാണ്. റോഷൻ മുറിയിലില്ലെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ മുടി അഴിച്ച് ആഭരണങ്ങൾ അയച്ചു തുടങ്ങി. റോഷൻ തന്ന മഹറിലേക്ക് അവളുടെ കണ്ണുകൾ ചെന്നു. അപ്പോഴേക്ക് ഡോറിൽ മുട്ടുന്ന ശബ്ദം കേട്ടു. മുടി നേരെയാക്കി ഡോറിന് നേരെ നടന്നു. ഇൻഷാ അല്ലാഹ് ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം. എല്ലാവരും ലൈക്കും കമൻറ്റും ചെയ്യണേ. അസ്സലാമു അലൈക്കും.